നമസ്കാരം. ഇറാന്റെ തിരിച്ചടിയിൽ ഒളിവിൽ പോയി ട്രംപും കൂട്ടരും. ഇറാനെ ആക്രമിക്കുന്ന ഒരു സഖ്യം ഉണ്ടാക്കിയെടുത്തിരുന്നു. അതെല്ലാം തകർന്ന് തരിപ്പണമാകും. ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയപ്പെടുന്നത് ആസന്നമായ ഘട്ടത്തിൽ സഖ്യങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഒരു യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ രണ്ട് ചേരികളിലായി തിരിയുന്ന പല ശക്തികൾ, പ്രബല ശക്തികൾ അങ്ങനെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇവിടെ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ സഖ്യമുണ്ടാക്കുന്നത് മാസങ്ങൾക്ക് മുൻപാണ്. അതായത് ഖത്തറിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അത്തരത്തിലൊരു സഖ്യം ഉണ്ടാക്കിയെടുത്തത്. കൂടുതൽ രാജ്യങ്ങൾ ഈ സഖ്യത്തിലേക്ക് എത്തുമെന്നും മുസ്ലിം നാറ്റോ വരികയാണ് എന്നുള്ള വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു. അതായത് ഇപ്പോൾ സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഖത്തർ, ഒമാൻ, കൂടാതെ ഈ പറയുന്ന പോലെ തുർക്കി, ഇവയൊക്കെയാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വന്ന രാജ്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു മുസ്ലിം നാറ്റോ വരികയാണ് എന്നുള്ളൊരു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ തുർക്കി ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ കരാർ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ അവിടെ അവർക്ക് ഇടപെടാൻ സാധിക്കും. ആ കക്ഷികൾക്ക് ഇടപെടാൻ സാധിക്കും. അതായത് സൗദി അറേബ്യ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അവർക്കെതിരായിട്ടുള്ള സൈനിക നീക്കത്തിന് പാകിസ്ഥാന് അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ കഴിയും. തിരിച്ചും അങ്ങനെ തന്നെ. എന്നാൽ ഈ സഖ്യത്തിലേക്ക് കൂടുതൽ പേര് എത്തുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കൂടുതൽ മുസ്ലിം രാജ്യങ്ങളായിരുന്നു. പക്ഷേ അതിൽ നിന്ന് തുർക്കി എത്തുമെന്നുണ്ടായിരുന്നു. പക്ഷേ തുർക്കി വരില്ല, ആ സഖ്യത്തിലേക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. നാറ്റോ സൈനിക സഖ്യത്തിലെ അംഗരാജ്യമാണ് തുർക്കി എന്ന് പറയപ്പെടുന്നത്. അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോയിൽ കൂടുതൽ സൈനികർ ഉള്ളത് തുർക്കിയുടേതാണ്. ലോകത്തെ പ്രധാന ആയുധ കയറ്റുമതി രാജ്യം കൂടിയാണ് തുർക്കി എന്ന് പറയപ്പെടുന്നത്. യൂറോപ്പിലും ഏഷ്യയിലും ഒക്കെ വേരുള്ള തുർക്കി അതിവേഗം വളരുന്ന രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രതിരോധ സഹകരണമാകാമെങ്കിലും സൈനിക സഖ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ തുർക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഖ്യത്തിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു നാറ്റോ സഖ്യം എന്നുള്ള രീതിയിലേക്ക് എത്തപ്പെടുമ്പോൾ അതിനകത്ത് താല്പര്യമില്ല എന്നുള്ള നില. തുർക്കിയിലെ രാഷ്ട്രീയ നേതാക്കളും സൈനിക ഓഫീസർമാരും ഈ നിലപാടാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം തുർക്കിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. മാത്രമല്ല പാകിസ്ഥാന് മുന്നിൽ വലിയ ഭീഷണികൾ നിലനിൽക്കുന്നു. അത്തരമൊരു രാജ്യത്തിന് സൈനിക സഖ്യത്തിന് നേതൃത്വം നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് തുർക്കിയുടെ നിലപാട്. ഇറാൻ, ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ എന്നീ 3 അതിർത്തികളിലും പാകിസ്ഥാൻ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണ്. കൂടാതെ ബലൂചിസ്ഥാനിലേതുൾപ്പെടെ ആഭ്യന്തര വെല്ലുവിളികളും പാകിസ്ഥാനിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സൈനിക സഖ്യം ഉണ്ടാക്കൽ എന്ന് പറയപ്പെടുന്നത് ബുദ്ധിയല്ല എന്നാണ് തുർക്കിയുടെ നിലപാട്. അതേസമയം അതിന്റെ പ്രതിരോധ സഹകരണ ചർച്ചകൾ ഒക്കെ നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ അങ്ങനെയുള്ള സഹകരണങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ മറ്റുള്ള രാജ്യങ്ങളുമായി ഒരു സൈനിക സഖ്യം അല്ലെങ്കിൽ പ്രതിരോധ സഹകരണം ഉണ്ടാക്കുകയും എന്നാൽ സൈനിക സഖ്യത്തിനില്ല എന്ന് പറഞ്ഞ് തുർക്കി ഒഴിയുന്നത് ഇത് മാത്രം കൊണ്ടല്ല. ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഖത്തറും ഒമാനും അടക്കമുള്ളവർ ഈ സഖ്യവുമായിട്ട് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിനകത്ത് ഒരു മുസ്ലിം നാറ്റോ സഖ്യം ഉണ്ടാവുകയും അതിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്ന അമേരിക്കയ്ക്കുമായിരിക്കും. പക്ഷേ അത്തരത്തിൽ അമേരിക്കയോട് അത്രത്തോളം അടുത്ത് നിൽക്കുവാനുള്ള ഒരു താല്പര്യം തുർക്കിക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് തുർക്കി പിൻവലിയുന്നത്. അത് മാത്രമല്ല, മറ്റുള്ള അംഗരാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഈ സഖ്യത്തിലെ അംഗരാജ്യങ്ങൾ മിക്ക രാജ്യങ്ങൾ, ഇപ്പൊ ഖത്തറാണെങ്കിൽ ഒമാനാണ് അടക്കമുള്ളവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവരൊന്നും ഈ സഖ്യത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഇപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ തുർക്കിയിൽ ഉണ്ടായതുപോലൊരു മാനസികാവസ്ഥ മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർക്കും ഉണ്ടാകും. ഇപ്പൊ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമല്ല പാകിസ്ഥാൻ സൗദി അറേബ്യ സൈനിക പ്രതിരോധത്തിന് കാരണം. ഏറെ നാളായിട്ടുള്ള ചർച്ചകൾ നടന്നു വരികയായിരുന്നു. ഖത്തറിൽ ആക്രമണം ഉണ്ടായ വേളയിൽ ഈ കരാർ ഒപ്പുവെച്ചതോടുകൂടി അത് ചേർത്ത് വായിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. സൈനിക സഖ്യത്തിലേക്ക് തുർക്കി കൂടി എത്തിയാൽ വലിയ സൈനിക സഖ്യത്തിന് വഴിയൊരുക്കുമെന്നുള്ള ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം നാറ്റോ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കൊക്കെ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ പല സംഭവങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് തുർക്കിക്കും സൗദി അറേബ്യയ്ക്കും ഉള്ളത്. മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിലെ പ്രധാനികൾ ആര് എന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു അഭിപ്രായ ഭിന്നത കൂടിയുണ്ട്. എങ്കിലും സൗദിയുമായിട്ട് അടുത്ത കാലത്ത് സഹകരണം ശക്തമാക്കിയിട്ടുണ്ട് തുർക്കി. ഇതിലേക്ക് ഇറാൻ, ഈജിപ്റ്റ്, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ കൂടി എത്തിയേക്കുമെന്നുള്ള വാർത്തകൾ വന്നിരുന്നു. തുർക്കി പിന്മാറിയതോടുകൂടി സൈനിക സഖ്യം വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ആ സഖ്യം തന്നെ തകരാറിലുമായി. അപ്പോൾ ഇത് ആർക്കെതിരെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ സഖ്യമൊന്നും ഇല്ലാതാകും. ഇപ്പോൾ സൗദിക്കെതിരെ ഇറാൻ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈജിപ്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ച് ബാക്കിയുള്ള ഈ സഖ്യകക്ഷികളായിട്ട് അംഗരാജ്യങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പങ്കുചേരാം. എന്നിട്ട് ഏതൊരു രാജ്യമാണോ അവരെ അടിച്ചിട്ടുള്ളത് അവർക്കെതിരെ തിരിച്ചടിക്കാം. അങ്ങനെ ഒരു യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെയായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിപ്പോൾ എല്ലാ രാജ്യങ്ങളും, ഇപ്പൊ ഈജിപ്തും മലേഷ്യയും ഇറാനും ഇപ്പോൾ തുർക്കിയും ഒക്കെ പിന്മാറുന്ന ഒരു സാഹചര്യത്തിൽ
ഇനി അങ്ങനെ ഒരു നാറ്റോ മുസ്ലിം സഖ്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ലാതാകുന്നു. ഇവിടെ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ട് ഇറാനെതിരെ പോരാടുന്ന അല്ലെങ്കിൽ ഇറാനെതിരെ പോരാട്ടം കുറിക്കുന്ന സഖ്യകക്ഷികൾക്ക്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയ തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറാവുകയാണ്. ഇവിടെ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുവാനുള്ള യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തിന് പിന്നാലെ ഒരു തിരിച്ചടിയുമായിട്ട് ഇറാൻ കൂടി എത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യങ്ങളെ ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ബാഗർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ഒരു പ്രഖ്യാപനം നടത്തിയത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യങ്ങളെ എല്ലാം കൂടെ ചേർത്ത് ഭീകര സംഘടനയാണ് എന്നുള്ള രീതിയിൽ റവല്യൂഷണറി ഗാർഡിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഗാർഡ്സ് യൂണിഫോം ധരിച്ചുകൊണ്ട് സ്പീക്കർ സഭയിലെത്തുന്നു. അതിനുശേഷം റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിനെതിരായിട്ടുള്ള പ്രത്യാക്രമണ നിയമത്തിലെ 7ാം വകുപ്പ് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യങ്ങളെ ഭീകര ഗ്രൂപ്പുകളായി കണക്കാക്കാം എന്ന് ഗാലിബാഫ് വ്യക്തമാക്കി. ഇതോടുകൂടി യൂറോപ്യൻ യൂണിയന്റെ നിലപാട് അല്ലെങ്കിൽ നടപടി, അവർക്ക് ആ നടപടിക്ക് തക്കതായിട്ടുള്ള മറുപടിയാണ് ഇറാൻ പാർലമെന്റ് ഇതിലൂടെ നൽകിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഇറാന്റെ തിരിച്ചടിയിൽ തകരുന്ന സഖ്യമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ വർഷത്തെ അതിജീവിക്കുവാൻ കഴിയാതെ ട്രംപും കൂട്ടരുമൊക്കെ ഒളിവിൽ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാനെ ആക്രമിക്കാൻ രൂപീകരിക്കുക സഖ്യമേ തകർന്നു, ഇനി എന്ത് എന്നുള്ളതാണ് ആലോചന. ഇവിടെ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും നാറ്റോ, മുസ്ലിം നാറ്റോ സംഘടനകളും ആണെങ്കിലും ഒക്കെ ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കുന്നത് എങ്കിൽ അത് അവരുടെ തന്നെ തിരിച്ചടിക്ക് കാരണമാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.